ഹലോ 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 റൂമിലാണോ? അതെ. ഒന്ന് വെയിറ്റ് ചെയ്യ്, സാറിനെ വിളിക്കാം. എത്ര ദിവസത്തേക്ക് സാർ? ഒരു 2-3 ദിവസം വേണ്ടി വരും. ചിലപ്പോൾ 2-3 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അത് പിന്നെ അപ്പോൾ നോക്കാം. സാർ ഐ ഡി കാർഡ് തന്നെ. ഞാൻ കുറച്ചാൾ മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അന്ന് വേറൊരാളായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഫാദറാണെന്ന് സംശയം. അതെ, അച്ഛൻ തുടങ്ങിയത് ഇത്. സാറൊന്ന് സൈൻ ചെയ്ത്. ഇവിടുത്തെ സ്റ്റാഫാ. സാറിന് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ആ ലഗേജ് എടുത്തിട്ടേ സാറിന് നടുക്കുള്ള മുറിയിലോട്ട് ആക്കിയിട്ട് വാ. ശരി. ഇവിടെ എന്താ വേറെ ഗസ്റ്റ് ഒന്നുമില്ലേ? ഇപ്പം ആരുമില്ലേ സാറേ? ഇപ്പോൾ സീസൺ അല്ലേ? എനിക്കറിയില്ല. ഇവിടെ വല്ലപ്പോഴൊക്കെ ആൾക്കാർ വരാറുള്ളൂ. ഹലോ, നല്ല പണിയാണല്ലോ. എന്തെങ്കിലും വേണോ സാറേ? നടക്കട്ടെ. ഇവിടെ ഫാമിലീസ് ഒന്നും വരാറില്ലേ? ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അറിയോ, അഞ്ജലി എന്നാണ് പേര്. എന്നെ പറ്റിച്ചിട്ട് പോയതാ. പറ്റിച്ചെന്നാ? എങ്ങനെ? എനിക്ക് ബിരിയാണി മേടിച്ചിരാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോടും ഉണ്ടാണ്ട് പോയി. അവരെന്താ ബിരിയാണി മേടിച്ചു തരാഞ്ഞ്? വാ. സാറെന്തിനാ സാർ എന്നെ വിളിച്ചേ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ബിരിയാണി. ഇവിടെ ഇരുന്ന് കഴിക്കേ. കയ്യൊന്നും കഴിയണല്ലേ? കഴിച്ചു. എന്തായിരുന്നു അവിടെ പരിപാടി? എനിക്കാ സാറ് ബിരിയാണി മേടിച്ചെന്ന്. ചിക്കൻ. നിനക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് വരാം. ഇന്നില്ല, അടുത്ത ദിവസം മേടിച്ചു തരാന്ന് പറഞ്ഞു. നല്ല ബിരിയാണി ആയിരുന്നു. കുറെ ചിക്കൻ ആയിട്ടുണ്ട്. സാർ രാവിലെ നടക്കാറിയതാണോ? ഇത് വയ്ക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഓടിപ്പിടിച്ചു വന്ന്? ഞാൻ കാണിച്ചു തരാം സാറേ സ്ഥലങ്ങളൊക്കെ. സാറിന് എന്താ ജോലി? ഞാൻ പോലീസിലാ. എന്താ പേടിച്ച? പോലീസിലാണെങ്കിൽ ഈ താടിയും മുടിയൊക്കെ 3 ദിവസമായിട്ട് സസ്പെൻഷനില്ല. എന്തു പറ്റി? അത് വലിയ കഥ, പിന്നെ പറയാം. അപ്പൊ ഇവിടെ എത്ര നാളെ വീട് തന്നെ ഇരിക്കണേ? ഇവിടേക്കൊന്ന് ചുറ്റി കാണണം. എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? ഈ ഫോട്ടോ എടുക്കലാണോ എൻജോയ്മെന്റ്? പിന്നെ അല്ലാതെ. സാറ് മദ്യപിക്കോ? പിന്നെ വല്ലപ്പോഴും. കല്യാണം കഴിഞ്ഞതാ? കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. കുറ്റബോധം തോന്നില്ലെങ്കിൽ നൈറ്റ് റൂമിലേക്ക് വരാം. എന്നാ സാറ് നടത്താൻ കണ്ടിന്യൂ ചെയ്തോ. നൈറ്റ് ഞാൻ കാത്തിരിക്കും.
കൊള്ളാലോ. ഏ ഭയങ്കര ഡെക്കറേഷൻ ആണല്ലോ. എന്തൊക്കെ ഷോ ഓഫ് കാണിച്ചാലെന്നറിയോ ജീവിക്കാൻ പറ്റുക. അതെ. പിന്നെ വല്ലപ്പോഴും ഉള്ളൂന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും ഇപ്പൊ. എന്റെ ഗ്ലാസും കൂടി ഇങ്ങ് എടുത്തോ സാറേ. ടെൻഷൻ ഉണ്ടോ? ഇല്ല. എന്നാ ലേറ്റ് ആക്കണ്ട. ഞാൻ രാവിലെ പറഞ്ഞേക്കാണല്ലോ, ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഞാനൊരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ തന്നെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ അവിടെ വെച്ച് പറയാൻ തോന്നിയില്ല. അപ്പൊ സസ്പെൻഷനിലല്ല അല്ലേ? സസ്പെൻഷനിൽ തന്നെ. പക്ഷെ ഇതെൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ് ഞാൻ ഏറ്റെടുത്ത കേസാണ്. ആരുടെ കേസാ സാറേ? ഒരു പെൺകുട്ടിയുടെ, അഞ്ജലി. അഞ്ജലിയോ? അവരുടെ വന്നിരുന്നോ സാറേ? അവരോട് വന്നിരുന്നാ നിങ്ങളുടെ കൂട്ടത്തിലെ പയ്യൻ പറഞ്ഞു. ഇവരോട് വന്നിരുന്നു. മത്തായിക്കുട്ടി എല്ലാം പറഞ്ഞു അല്ലേ? അവനെന്തൊക്കെയാ സാറേ പറഞ്ഞത്? അവനെ പറ്റിച്ചെന്നോ, രാത്രി തന്നെ അവർ പോയി കളഞ്ഞെന്നൊക്കെ പറഞ്ഞു. ആ ശരിയാണ്, അവർ 3 ദിവസം എന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. പക്ഷെ പിറ്റേ ദിവസം തന്നെ അവർ പോയി. എന്താ കാര്യം എനിക്കറിയില്ല. അവളുടെ കൂടെ വേറെ ആരാണ്ടായിരുന്നു? അവളുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഞാൻ രജിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവനായിരുന്നു? ഇവർ രണ്ടുപേരും ഇപ്പോൾ മിസ്സിങ്ങാ. അവർ ഒളിച്ചോടി വന്നതാ സാറേ. അവരിപ്പോൾ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കുന്നുണ്ടാവും. അതെ, ഇങ്ങനെ കേട്ടെ.